എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് പരിശുദ്ധ അമ്മയോട് സഞ്ചാരി മാതാവ് സമയത്തിന്റെ അധികാരി കൃപാസന അമ്മയോട് ചേർന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് കൃപാസനം അഖണ്ഡ ജപമാല മഹാറാലിയാണ്. റാലിയിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും അവര് എന്ത് ഉദ്ദേശത്തിലാണ് റാലിയിൽ പങ്കെടുക്കുന്നത് അത് വീട്ടിലെത്തുന്ന മുമ്പ് ആ വിഷയത്തിന് മാതാവ് ഒപ്പിട്ടിരിക്കും. അതുകൊണ്ടാണ് അത്രയും ആത്മാർത്ഥതയോടും കൂറോടും കൂടിയാണ് നമ്മൾ ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കണം. നിങ്ങൾക്കറിയാം, ആദ്യത്തെ റാലി ഇവിടെ നടക്കുന്നത് 2001 ആ 2001 നമ്മൾ കൃപാസനത്തിന്റെ ഇപ്പോഴ് നടയിലിരിക്കുന്ന രൂപമില്ലേ, അവിടെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും. ആ രൂപം നമ്മള് എറണാകുളം ആർച്ച് ബിഷപ്പ് ചക്യാർ പിതാവിനെ കൊണ്ട് ബ്ലെസ്സിങ് ചെയ്തിട്ട് എറണാകുളത്തുനിന്ന് ഇതുപോലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ അകമ്പടിയോടുകൂടി കുന്നപ്പുറ വരെ പ്രാർത്ഥിച്ച് സഞ്ചരിച്ചിട്ട് തിരിച്ച് വെളുപ്പിന് 2 മണിക്ക് കൊണ്ടുവന്നാണ് ആ പ്രാർത്ഥനാപൂർവം മാതാവിനെ 2002 അവിടെ പ്രതിഷ്ഠിച്ചത്. ആ പ്രതിഷ്ഠിച്ചതിനോട് അനുബന്ധിച്ചാണ് 2003 പ്രതിഷ്ഠാപന വാർഷിക റാലിയായിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മുടെ ആസ്തി ഭദ്രത എന്ന് പറയുന്നത് എന്താണ്? ഈ ലക്ഷക്കണക്കിന് മനുഷ്യര് രാത്രിയും പകലും പിന്നെ വർഷാവർഷം പ്രാർത്ഥിച്ച ജപമാലകളാണ്. ഇപ്പൊ ഞാൻ വിദേശ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവര് ചെയ്യുന്നത് ഓൺലൈൻ ഉടമ്പടി ലൈറ്റ് അക്കാദമി പേർക്കസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മുടെ മക്കൾ തന്നെ എവിടെയെങ്കിലും പെട്ടുപോയാൽ, അവർക്ക് പള്ളിയില്ല, കുർബാനയില്ലാതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട അമ്മയുമായിട്ട് ആ മധ്യസ്ഥത്തിൽ ലഭിക്കുന്നത് ഈ ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ്. ഇപ്പൊ ഓൺലൈൻ ഉടമ്പടി ഒത്തിരി സാക്ഷികൾ ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ആസ്തി അച്ഛന് ഓൺലൈൻ ഉടമ്പടി അമ്മ തന്ന കാലത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ നടത്തുന്ന ജപമാല റാലിയിൽ പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കിന് ജപമാലയാണ് ഇതിന്റെ ആസ്തി എന്ന്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എന്റെ സഹോദരങ്ങൾക്ക് അറിയാവോ? അത് നിങ്ങളിപ്പോ 3 ലക്ഷം മനുഷ്യരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ഈ പങ്കെടുക്കുമ്പോൾ ഈ 3 ലക്ഷം ഒരു കുടുംബമായിട്ട് നമ്മൾ പങ്കെടുക്കുന്ന കാരണം ആ 3 ലക്ഷത്തിന്റെ പ്രാർത്ഥനാ ശക്തി നമ്മുടെ കുടുംബത്തിന് കിട്ടുകയാണ്. ഇതൊരു സർപ്ലസ് സ്പിരിച്വൽ എനർജിയാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ജീവിതത്തിന് 10 തലമുറകൾ ജീവിക്കാനുള്ള ആധ്യാത്മിക ആസ്തിയാണ് കൃപാസന അമ്മയോടുകൂടെ നമ്മള് ഈ കടപ്പുറത്തുകൂടി നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയിരിക്കുന്നത്. അത് ദൈവം നമുക്ക് തന്നൊരു വിളിയാണ്. അതൊരു ദൈവവിളിയാണ്. ഈ ദൈവവിളിക്ക് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെയാണ് ആ വിശ്വാസത്തിന്റെ സ്ഥിരീകരണം. അതായത് ദൈവം നിങ്ങൾക്ക് നൽകിയ വിശ്വാസത്തെ നിങ്ങൾ സുവിശേഷവിഹിതമായി ജീവിച്ചതിന് പരിശുദ്ധമ്മ നൽകിയ സമ്മാനമാണ് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹവും അധികാരവും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പീഡിത സഭയ്ക്ക് വേണ്ടി കൂടിയാണ്. നൈജീരിയ സഭയില് 1 ലക്ഷത്തോളം മനുഷ്യരെ അവര് കശാപ്പ് ചെയ്തു, ഭീകരന്മാരെ. അതുപോലെ എല്ലാ രാജ്യങ്ങളിലേക്കും വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. 36 കോടി ജനങ്ങള് 36 കോടി വിശ്വാസികള് വിശ്വാസത്തിന്റെ പേരില് ഈ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധമ്മ ഇതുപോലെയുള്ള ഭീകര സംവിധാനങ്ങളെയും സാത്താന്റെ കോട്ടക്കൊത്തളങ്ങളെയും തച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് നമ്മള് ജപമാല എന്ന ഈ സ്വർഗീയ ആയുധം കയ്യിലെടുത്തുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പോരാടുന്നത്. ഇത് പോരാട്ടക്കാരുടെ പ്രാർത്ഥനയാണ്, ഇത് സൈനികരുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ സൈന്യം നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുതിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും നാരകീയ ശക്തികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സുവിശേഷ സാക്ഷ്യങ്ങളെ അവരെ കൈമുതലായി പൈതൃകമായി സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് ലോകത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവന്റെ നാമത്തിൽ രക്ഷ സ്വീകരിച്ചുകൊണ്ട് അവന്റെ നാമത്തിലുള്ള സഹത്തിന്റെ സുവിശേഷം പരസ്പര പ്രവർത്തനങ്ങളിലൂടെ അവൻ പറയുന്നത് ചെയ്തു കൊള്ളാമെന്ന് 13 ലക്ഷം ആൾക്കാരാണ് മനുഷ്യരാണ് ഇന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥതയില് കൃപാസന മാതാവിന്റെ മധ്യസ്ഥതയില്
ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ 17 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നത്. അമ്മ 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ. എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എന്താ അമ്മ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ആ ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞു. എന്ത് പ്രാർത്ഥിക്കണം? നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്ന് ദൈവത്തോട് പരിശുദ്ധയുടെ മധ്യസ്ഥൽ ഉടമ്പടിയെടുത്തുകൊണ്ട് ഉടമ്പടി സമൂഹമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അതേ പരിശുദ്ധ ദേവമാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെ സുവിശേഷ കയ്യിലെത്തിക്കൊണ്ട് ജപമാല കയ്യിലെക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ദുരന്തങ്ങള്, രാജ്യം ഉണ്ടാക്കുന്ന ദുരന്തങ്ങള്, സമൂഹ ദുരന്തങ്ങള്, വ്യക്തി ദുരന്തങ്ങള്, കുടുംബ ദുരന്തങ്ങള്, ആത്മീയ ദുരന്തങ്ങള്, എല്ലാ ദുരന്തങ്ങൾക്കുമെതിരെ പരിഗണിച്ചുകൊണ്ട് പോരാടാൻ വിടുന്നതിനെ വിളിച്ചതിന് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം ചെയ്തിട്ടുണ്ടാകും. അതിന്റെ പ്രത്യക്ഷീകരണം തന്നെയാണ് ഉടമ്പടി റാലിയുടെ അന്തസത്തയുടെ വിഷയം. ഇത് സഭ ആഴമായിട്ടത് പഠിക്കുവാനും ഇതിലൂടെ സഭയ്ക്ക് വെളിപ്പെടുത്തുന്ന ഒരു ദൈവം വെളിപ്പെടുത്തുന്ന സ്വർഗീയമായ സത്യങ്ങളെ സഭ ലോകത്തോട് പറയുവാനും നമ്മളെ സഭയ്ക്ക് വേണ്ടി കൂടിയാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്.